പുലർച്ചെ മുറ്റത്ത് മഞ്ഞിൽ കുളിച്ച ഒരു കാറ് കിടക്കുന്ന കണ്ട് അമ്പരപ്പോടെ ആൻഡോ അതിന്റെ ചില്ലിൽ മുട്ടി. അല്പം കഴിഞ്ഞ് ഗ്ലാസ് താഴ്ത്തി ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകളോടെ തന്നെ നോക്കുന്നയാളെ കണ്ട് അവൻ ഞെട്ടി. വക്കീൽ സാറ് പോന്നു, ഒരുപാട് നേരമായി വന്നിട്ട്. വിളിക്കാൻ ഞാൻ ആൻഡോയുടെ ഭാവം കണ്ട ഒരു പുഞ്ചിരിയോടെ ഇവൻ ഡോറിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. ശക്തിയും ആൻഡോയും പിന്നാലെ വന്നാൽ മതി. ഡേവിഡ് ഞാൻ അല്പം നേരത്തെ കൊണ്ട് അത്യാവശ്യമാണ്. കേസിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം, അതിനുവേണ്ടി കൂടിയാ. കാര്യഗൗരവം മനസ്സിലായതുപോലെ ആൻഡോയും ശക്തിയും തലകുലുക്കി. ഡേവിഡ് അതിവേഗം തയ്യാറായി ഇറങ്ങി. യുവൻ കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഒരു ബാഗ് വലിച്ചെടുത്ത് അതിൽ നിന്നൊരു ഫയൽ പുറത്തേക്ക് എടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി എനിക്ക് കിട്ടിയിരുന്നു. തലക്കേറ്റ ശക്തമായ ആഘാതമാണ് മരണകാരണം. ശരീരത്തിൽ ഒരു തരത്തിലുള്ള മുറിവുകളും ചതവുകളും ഇല്ല. ബോഡി ശാരീരികമായ ആക്രമണത്തിന് വിധേയമായിട്ടില്ല. ശ്വാസകോശം ഉൾപ്പെടെയുള്ള ആന്തരാവയങ്ങൾ ഒന്നും തന്നെ മരണകാരമായ രീതിയിൽ മുറിവേറ്റിട്ടില്ല. ആ ദിവസം കഴിച്ച കുറച്ച് ഭക്ഷണാവശിഷ്ടങ്ങൾ ദഹിക്കാതെ വയറ്റിൽ കിടപ്പുണ്ടായിരുന്നു. അതല്ലാതെ മറ്റ് വിശാംശങ്ങളൊന്നും തന്നെ ഉള്ളിൽ ചെന്നിട്ടില്ല. സംഭവ സ്ഥലത്തു നിന്നും കിട്ടിയ ബാഗിനുള്ളിൽ ഒരു ചോക്ലേറ്റും പിന്നെ ടിഷ്യൂ പേപ്പർ, ലിപ്സ്റ്റിക്ക്, പിന്നെ കുറച്ച് പണം, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ശത്രു ആ കുട്ടിക്ക് വളരെ പരിചിതനും പ്രിയങ്കരമായ ഒരാളായിരിക്കണം. മാത്രമല്ല തലക്ക് പിന്നിലേറ്റ ആ മുറിവ് മരണകാരണമാവും എന്ന് ഉറപ്പുള്ള ഒരാൾ കൂടിയാവും കൊലയാളി. ഇവൻ പറയുന്നത്രയും ശ്രദ്ധയോടെ കേട്ടിരുന്നു ഡേവിഡ്. കൊലയാളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ അത്രയും എന്റെ മാത്രം നിരീക്ഷണങ്ങളാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ചില ഫോട്ടോസിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ. ഇവൻ അവനെ നോക്കി തന്റെ ഭാഗം വ്യക്തമാക്കി. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നവർക്ക് നിരാശരാവേണ്ടി വന്നു. തലേന്ന് രാത്രി പെയ്ത മഴയിൽ കുളിച്ച് പാതി ചെളിയിൽ പൊതിഞ്ഞ രീതിയിലാണ് മൃതദേഹം കിടന്ന്. പേഴ്സിനുള്ളിൽ വരെയും ചെളിയേറിയിരുന്നു. മരണം സംഭവിച്ച ശേഷമാണ് മഴ പെയ്തതെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട്. കാരണം ശ്വാസകോശത്തിലെ ചെളിയുടെയും ജലത്തിന്റെ അംശം ഉണ്ടായിരുന്നില്ല. ഇവൻ താനറിഞ്ഞ നിഗമനങ്ങളും തന്റേതായ നിലപാടുകളും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഡേവിഡ് അവനെ നോക്കി പുഞ്ചിരിച്ചു. മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും തനിക്ക് അനുകൂലമാണ് ഡേവിഡ്. താൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയും. സാക്ഷികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി വിധി നിർണ്ണയിക്കുന്നത്. പിന്നെ ബാക്കി നിൽക്കുന്ന DNA റിപ്പോർട്ടാണ്. അതിൽ കള്ളവും കപടൊന്നും ഉണ്ടാവില്ല. സത്യം സത്യമായി തന്നെ പുറത്തു വരും. അവിടെ എനിക്ക് പോലും ഒന്നും ചെയ്യാനുണ്ടാവില്ല. സൗമ്യമായിട്ടാണെങ്കിലും ഇവൻ പറഞ്ഞു വെച്ച അവസാന വരിയുടെ അർത്ഥം കൃത്യമായി മനസ്സിലായി ഡേവിഡിന്. അതൊരു പെണ്ണവിടെ ഒരു അഭിസാരികയായാൽ പോലും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പുരുഷന്റെ ഒപ്പം ശരീരം പങ്കുവെക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് പണമാവാം, പ്രതാപമാവാം, ശരീരമാവാം, അല്ലെങ്കിൽ വികാരം മാത്രമാവാം. ഒരു തരത്തിൽ എന്നെ അംഗീകരിക്കാതെ വെറുപ്പോടെ മാത്രം നോക്കിയിരുന്നവളാ ജാൻസി. അവളൊരിക്കലും സ്വന്തം സമ്മതത്തോടെ ഡേവിഡിന്റെ നിഴലിൽ പോലും എത്തുകയില്ല. പിന്നെ എൻ്റെ കാര്യം ജാൻസിയുടെ പ്രണയമായിരുന്നു. ഏതൊരു സാഹചര്യത്തിലും അവളുടെ പൂർണ്ണ സമ്മതമില്ലാതെ അവളെ സ്വന്താക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. തന്റെ വിശുദ്ധ പ്രണയത്തെ തരം താഴ്ന്ന രീതിയിൽ ഇവൻ വിലയിരുത്തിയെന്നൊരു ചിന്തയാൽ ഡേവിഡിന്റെ വാക്കുകൾക്കൊട്ടും സൗമ്യതയില്ലായിരുന്നു. ഞാനൊരിക്കലും തന്റെ പ്രണയത്തെ അവിശ്വസിക്കുന്നില്ല ഡേവിഡ്. ചോദ്യങ്ങളൊക്കെ എന്റെ തൊഴിലിന്റെ ഭാഗമാണ്. കോടതിയിൽ നിന്നും ക്രൂരമായ ചോദ്യങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നേക്കാം. സാഹചര്യം മനസ്സിലാക്കി വികാരത്തെ വിവേകം കൊണ്ട് കീഴടക്കി മറുപടി അറിയുക. പോവാം. യുവൻ അവനെ നോക്കി. ഡേവിഡ് സമ്മതഭാവത്തിൽ തലയാട്ടി. അവന്റെ മുഖം ശാന്തമായിരുന്നു, ഹൃദയവും. കോടതി വരാന്തയിലേക്ക് കയറും മുമ്പ് യുവൻ റിയർ വ്യൂ മിററിലൂടെ പിന്നിൽ വരുന്ന വാഹനം ശക്തിയുടേതാണെന്ന് ഉറപ്പുവരുത്തി. പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡേവിഡ്, തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൻ ഡോർ വലിച്ചടച്ച് ശക്തിയുടെ അരിയിലേക്ക് നടന്നു. ശക്തിയും ആന്റോയും പുറത്തേക്ക് ഇറങ്ങി. ആലക്കൽ തറവാട്ടുകാരെങ്കിലും ഉണ്ടോ ഇവിടെ? ശക്തി ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ആന്റോയെ നോക്കി. ഞാൻ നോക്കുന്ന കൈതകൾ തറവാട്ടുകാരെയാ. ആന്റോയുടെ മറുപടി കേട്ടപ്പോൾ ഉള്ളിൽ ചിരിവിരിഞ്ഞുവെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ശക്തിയുടെയും ആന്റണിയുടെയും അലോഷിയുടെയും മുഖം ആൾക്കൂട്ടത്തിനിടയിൽ തിരഞ്ഞു. ശക്തിയുടെ അരിയിൽ എന്തോ പറഞ്ഞതിന് ശേഷം തന്നെ കടന്ന് മുന്നോട്ട് പോയി കോടതി വരാന്തയിലേക്ക് കയറി. യുവൻ കണ്ണിൽ നിന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു കാഴ്ച ഡേവിഡിന്റെ കണ്ണിൽ ഇടം പിടിച്ചു. പ്രത്യേകം സജ്ജീകരിച്ച വാനിന്റെ ഉള്ളിൽ നിന്നും വലിയൊരു പോലീസ് അകമ്പടിയോടെ ഇറങ്ങി വരുന്ന ചെറുപ്പക്കാരൻ. അവന്റെ മുഖവും കണ്ണുകളും കഴുത്തും അടിയേറ്റ് ചതഞ്ഞതുപോലെ. പിന്നിൽ നിന്നൊരു പോലീസുകാരൻ മുന്നോട്ട് തള്ളിയപ്പോൾ വേച്ചുപോയതിനെ നിലത്ത് നിന്ന് കോളറിൽ തൂക്കിയെടുത്തപ്പോൾ ഒരു മാത്രം തന്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നി ഡേവിഡിന്. സാം. അവന്റെ ചുണ്ടുകൾ പിറുവിറുത്തു. കൺമുമ്പിൽ നിന്ന് അവൻ അകന്നു പോയപ്പോൾ വേദന തോന്നി ഡേവിഡിന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആരോരുമില്ലാതെ ഈ വരാന്തയിലൂടെ വലിച്ചിഴക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച അതേ വേദന. പുറത്തേക്ക് ഇറങ്ങരുതെന്ന യുവന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് അവൻ ആ കാഴ്ച കാണാൻ കഴിയാതെ മുഖം കുനിച്ചു. ഡേവി! ഗ്ലാസിൽ തന്നെക്കൊണ്ട് ആൻഡോ വിളിച്ചു. അവൻ ഗ്ലാസ് താഴ്ത്തി. അവന്റെ കറങ്ങിയ മിഴികൾ കണ്ടപ്പോൾ ആൻഡോക്ക് കാര്യം മനസ്സിലായി. സാം, അവനെ കണ്ടുവല്ലേ? ഇപ്പൊ നമുക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയൊരു സാഹചര്യമില്ല. നീ ഞങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്നും നിനക്ക് നീ സംഭവം കൽപ്പിച്ച് നൽകിയിരിക്കുന്ന പട്ടെന്താണെന്ന് മറന്നുകൂടാ. ഇന്ന് അതിലൊരു തീരുമാനം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ അവനെ അന്വേഷിച്ച് പോവുക തന്നെ ചെയ്യും. ഡേവിഡ് ആൻഡോയുടെ കണ്ണുകളിൽ തറപ്പിച്ചു നോക്കി. തന്റെ നിശ്വാസങ്ങളെപ്പോലും അളന്നതിന്റെ അർത്ഥമറിയുന്നവനെ, തന്റെ തകർച്ചകളുടെ ആഴം കുറക്കാൻ തനിക്കൊപ്പം നിന്നവനെ,
ഏത് രീതിയിലും ഏത് സാഹചര്യത്തിലും കൂടെ നിന്നും എല്ലായ്പ്പോഴും തന്നെ സ്നേഹിച്ച് തോൽപ്പിക്കുന്നവനെ കണ്ണിൽ നിറച്ചുകൊണ്ട് തലകുലുക്കി ഡേവിഡ്. നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ ആൻഡ്രൂ. ഡേവിഡിന്റെ വാക്കുകൾക്ക് മറുപടി പറയാതെ അവൻ കണ്ണു ചിമ്മി. ഞാൻ കണ്ടില്ലായിരുന്നു, ശക്തി എന്നെ വിളിച്ച് കാണിച്ച് നിന്റെ സാമാണെന്ന് പറഞ്ഞു. അവനെ നിനക്ക് ഇഷ്ടമാണെന്ന് അവൻ അറിയാമെന്ന് തോന്നുന്നു. എന്നാലും സാമിന്റെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നിലാ അവർ വണ്ടി പാർക്ക് ചെയ്ത്. അവന്റെ കയ്യിൽ സാധനം കൊടുത്തിട്ടിട്ട് അവനെ ഒറ്റിയതാ. അവന്റെ പിന്നാലെ പോലീസ് പോയ തക്കത്തിന് മറുവശത്ത് അതിലും വലിയൊരു ഡീൽ നടന്നു. എന്തൊരു ലോകാണിത്. വീഴുന്നവര് വീണ്ടും 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 വീണുകൊണ്ടേയിരിക്കും. വാഴുന്നവൻ വീണ്ടും വീണ്ടും ജയിക്കും, ജീവിക്കും. ആൻഡോ പറഞ്ഞു കേൾക്കെ ഡേവിഡ് വീണ്ടും മൗനമായി. ഡേവി നോക്കടാ, ആന്റണി വന്നു. തങ്ങൾ നിൽക്കുന്നതിന് കുറച്ചപ്പുറത്തായി പടർന്നു വന്നിരിച്ച ഒരു മാവിന്റെ ചൂട്ടിൽ നിൽക്കുന്ന ആന്റണി കണ്ട് ആൻഡോ പതുക്കെ പറഞ്ഞു. ആന്റണിയുടെ പിന്നാലെ അലോഷിയും ഇറങ്ങി. കൈതകൾ പത്രോസും നാൻസി ഉൾപ്പെടെയുള്ളവർ കോടതിയിലേക്ക് നടന്നു. അതോടെ ശക്തിയും ഡേവിഡിന്റെ അരികിലേക്ക് നടന്നു. കൊച്ചിന്റെ അച്ഛ ഇവനാണോന്നറിയുള്ള ആകാംക്ഷയോട് വന്നതായിരിക്കും. ആൻഡോ അരിശത്തോടെ പല്ലുകടിച്ചു. ഡേവിഡ് ഒന്നിനും മറുപടി അറിഞ്ഞില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ കൈതക്കലെ ജീപ്പിന് സമീപം വന്നിരുന്ന ആലകിലെ ജിപ്സിയിലായിരുന്നു. ലിജുവും റോബിനും ജെറിനും ജിമ്മിയും സോജനും റോജിനും അടങ്ങുന്ന ഒരു പട തന്നെയാണ് ജിപ്സിയിൽ നിന്ന് ഇറങ്ങിയത്. ആന്റണിക്ക് അലോഷിക്കും മുമ്പിൽ സൗഹൃദഭാവത്തിൽ കൂറുപുലത്തിൽ നിൽക്കുന്ന സഹോദരങ്ങളെ കണ്ടപ്പോൾ അറിയാതെ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. വേദന കൊണ്ട് മാത്രമുണ്ടായ ഒരു ചിരി. നാ പുല്ലേ ഡേവി, നീ ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ അനിയനുൾപ്പെടെയുള്ള നാറികളെ കൈതക്കളിച്ച് അതിനെ കൈമുത്തിൽക്കുന്ന കണ്ടിട്ടല്ലേടാ. ഇതൊക്കെ കർത്താവിന്റെ ഒരു പരീക്ഷണമായി കണ്ടങ്ങ് സഹിച്ചേക്കടാ. പോയ കാലത്തിന്റെ തിരിശേഷിപ്പുകള് വരുംകാലം നികത്തിക്കോളും. വക്കീലിന്റെ കോട്ടുമണിഞ്ഞ് യുവൻ അരികിലേക്ക് വന്നതോടെ ആ ചർച്ച അവിടെ അവസാനിച്ചു. ആഹാ, ബന്ധുക്കളും ശത്രുക്കളും എല്ലാവരും ഉണ്ടല്ലോ. ഹാസ്യ രൂപേണ പറഞ്ഞുകൊണ്ട് യുവൻ ഡേവിഡിനെ നോക്കി. നല്ലതല്ലേ? ഡേവിഡും പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്. യുവൻ അവനെ നോക്കി കണ്ണു ചിമ്മി. അവന്റെ ഒപ്പം കോടതി വളപ്പിൽ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന ആലക്കൽക്കാരുടെയും കൈതക്കൽക്കാരുടെയും മുന്നിലൂടെ ആരുടെയും മുഖത്ത് നോക്കാതെ പോകുമ്പോൾ അവന്റെ മനസ്സ് ശൂന്യമായിരുന്നു. എന്നാടാ ദേവിച്ചാനാളാകെ മാറിപ്പോയല്ലോ. പിന്നിൽ നിന്ന് ഉയർന്ന ജിമ്മിയുടെ കമന്റ് കേട്ടിൽ നിന്നടിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ ഉയർന്ന കൂട്ടച്ചിരി അവന്റെ ഉള്ളൊന്നുലച്ചു. ആടാ മാറിപ്പോയി. ഇവൻ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ കൂട്ടുപ്രതികളായിട്ട് നിന്റെയൊക്കെ പേരും കൂടി പറയാം. അപ്പൊ ഈ മാറ്റം നിങ്ങൾക്കും കിട്ടും. കിട്ടുന്ന മാറ്റവും നാറ്റവും എല്ലാവരും കൂടി അങ്ങ് പങ്കിട്ടെടുത്താൽ മതി. ഡേവി, ഇവന്റെയൊക്കെ പേരും മുഖവും ഒന്ന് ഓർത്തു വെച്ചോണ്ട് പോ. ഉരുക്കി വീണെന്ന് ഉറപ്പായ പിന്നെ മുന്നും പിന്നെ ആലോചിക്കരുത്. ആൻഡോയുടെ കമന്റിന് പിന്നിലെ കൂട്ടച്ചിരി നിലച്ചപ്പോൾ ഡേവിഡിന്റെ ഉള്ളിൽ ഒരു പൊട്ടിച്ചിരി ഉണർന്നു. തെല്ലൊരു ഭയത്തോടെ ഡേവിഡിനെ നോക്കുന്ന പല ജോഡി കണ്ണുകൾ കണ്ട് ശക്തിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു പൊലിഞ്ഞു. എപ്പടിടാ? ശക്തി ആൻഡോയുടെ തോളിൽ കൂടി കൈയിട്ട് കാതിൽ മന്ത്രിച്ചു. അവന്മാര് മൂക്കിലൂടെ കോലിട്ട് അണ്ണാക്കി കുത്തിയിറക്കാലും ഇവിടെ ഒരുത്തം മറുപടി അറിയില്ല. ഇപ്പൊ മാത്രമല്ല, പണ്ടും അങ്ങനെ തന്നെ. അങ്ങനെയാ ഞാൻ ഇവന്മാരെ നേരിടാൻ തുടങ്ങിയത്. പക്ഷേ ഇവന്മാരെന്നെ തല്ലില്ല. എന്നെ തൊട്ടാ കളി മാറുമെന്ന് അവന്മാർക്ക് നന്നായിട്ട് അറിയാം. ആൻഡോയുടെ സ്വരത്തിൽ ഡേവിഡിനുള്ള സ്നേഹവും കരുതലും നിറഞ്ഞു നിന്നു. കോടതി മുറിയിൽ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് DNA റിസൾട്ട് വായിക്കും മുമ്പ് ജഡ്ജി അവനെ നോക്കി. ഈ റിപ്പോർട്ട് തനിക്ക് അനുകൂലമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കണ്ണടയ്ക്ക് പിന്നിലെ തീക്ഷ്ണമായ നോട്ടം തന്റെ കണ്ണുകളിലേക്ക് തുളഞ്ഞു കയറിയിട്ടും ഉറച്ച ശബ്ദത്തിൽ ഡേവിഡ് പറഞ്ഞു. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല സാർ. അതിന് മറുപടി അറിയാതെ ജഡ്ജി DNA റിപ്പോർട്ടൊന്ന് ഓടിച്ചു വായിച്ച ശേഷം സദസ്സിനെ നോക്കി. സൂചി വീണാൽ പോലും കേൾക്കാവുന്ന അത്രയും നിശബ്ദത ആ സദസ്സിനെ ആവരണം ചെയ്തു നിന്നു. ജാൻസി പത്രോസിന്റെ വയറ്റിലുണ്ടായിരുന്ന ഭ്രൂണത്തിന്റെ DNA-യുമായി സാമ്യമില്ലാത്തതിനാൽ കുറ്റാരോപിതനായ ഡേവിഡ് തോമസ് ആറക്കൽ എന്ന വ്യക്തി DNA റിപ്പോർട്ട് പ്രകാരം കുറ്റവിമുക്തനായി ഈ കോടതിയെ സാക്ഷ്യപ്പെടുത്തുന്നു. കൈതക്കൽ പത്രോസും ആന്റണിയും അലോഷിയും വിളർന്ന് കണ്ടിട്ടും ഒരു ഭാവമാറ്റവുമില്ലാതെ പ്രതിക്കൂടിന്റെ അഴികളിൽ വിരൽ മുറുക്കി അങ്ങനെ നിന്നു ഡേവിഡ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംശയകരമായ ക്ഷതങ്ങളോ മുറിവുകളോ ഹൃദയത്തിൽ ഇല്ലാത്തതിനാലും മേൽപ്പറഞ്ഞ പ്രതി ജാൻസിയോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു എന്നതിനപ്പുറം സംഭവസ്ഥലത്തു നിന്നും പ്രതിക്കെതിരെ ശക്തമായ തെളിവുകളോ സാക്ഷികളോ ഇല്ലാത്തതിനാലും സംഭവ ദിവസം പ്രതി എവിടെയായിരുന്നു എന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ലെന്നും കോടതി വിലയിരുത്തുന്നതിനാലും അന്വേഷണത്തിന്റെ ഭാഗമായി എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാമെന്നുള്ള ഉറപ്പിൽ നിയമാനുസൃതമായ നിബന്ധനയോടുകൂടി പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു. വിധിയിൽ അമിതമായ ആഹ്ലാദപ്രദങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഡേവിഡിന്റെ ഭാഗത്തു നിന്നും. പത്രോസിന്റെ മുഖത്തെ ശാന്തതയും മാത്രം അവനെ തെല്ല് അമ്പരിപ്പിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കി ഡേവിഡ് യുവന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം തിരഞ്ഞ റോബിനെയാണ്. ഏട്ടന് നിരപരാധിത്വം ബോധ്യപ്പെട്ട് കാത്തു നിൽക്കുന്ന കൂടപ്പറപ്പുകളെ പ്രതീക്ഷിച്ചവന് നിരാശ നൽകിക്കൊണ്ട് കൈതക്കലെയും ആർക്കിലെയും വണ്ടികൾ മുൻപും പിറകുമായി കോടതി സമുച്ചയം കടന്ന് ചീറിപ്പാഞ്ഞു. ആരുമില്ലെന്നൊരു തോന്നൽ അന്ന് ആദ്യമായി അവനെ ചൂഴ്ന്നു നിന്നു. ഡേവി,
ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അതുതന്നെയാ സ്വന്തം സന്തോഷത്തിന്റെ താക്കോല്. ആൻഡ്രോ അവനെ ചേർത്ത് പിടിച്ചു. ഒന്നും മിണ്ടാതെ അവന്റെ ഒപ്പം വണ്ടിയുടെ പിന്നിലേക്ക് കയറുന്നവനെ വേദനയോടെ നോക്കി ശക്തി. ആൻഡ്രോ, നിന്റെ കല്യാണക്കാര്യങ്ങളോടെ മുന്നോട്ട് നീക്കണം. ജാമ്യം, കേസ്, കോടതി, അങ്ങനെയൊക്കെ തന്നെയാണ് ഇനിയുള്ള ജീവിതം. അതിനുമുമ്പ് ഈ കിട്ടുന്ന മനസ്സമാനത്തിന് പുറത്ത് അതുകൂടി അങ്ങ് നടത്തണം. ആ സന്ദർഭത്തിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം ആരും ഒന്നും പറഞ്ഞില്ല. അതവിടെ നിൽക്കട്ടെ ഡേവിഡ്, തനിങ്ങനെ പോലീസ് സ്റ്റേഷന്റെ പരിധി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. അറിയാലോ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന്. ഈ കേസിൽ അന്തിമ വിധി വരും വരെയും അതിനനുസരിച്ച് പെരുമാറണം. നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിക്കരുത്. ഇവൻ ശാന്തമായി പറഞ്ഞുകൊണ്ട് ഡേവിഡ് നോക്കി. അല്ലെങ്കിലും ഞാൻ ഈ സ്റ്റേഷൻ പരിധി വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ളിൽ സംഘർഷഭരിതമായ കണക്കൂട്ടലുകൾ നടക്കുമ്പോഴും ശാന്തമായി തന്നെയായിരുന്നു ഡേവിഡിന്റെയും മറുപടി. ആൻഡ്രോയുടെ മുറ്റത്ത് അല്പനേരം സംസാരിച്ച ശേഷം യുവൻ തിരിച്ചു പോയപ്പോൾ ശക്തി ഒപ്പിട്ട് കൊടുത്ത ചെക്കിൽ എഴുതിയിരിക്കുന്ന തുക കണ്ട് ഡേവിഡ് ഞെട്ടി. ഒരു സീറ്റിംഗിൽ ലക്ഷങ്ങൾ വിലയുള്ള ലക്ഷറി വക്കീൽ, അതാണ് യുവൻ പത്മനാഭൻ. സാമിന്റെ വാക്കുകൾ അവന്റെ കാതിൽ അലയടിച്ചു. അത്രയും തുക ഫീസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ രാമേട്ട് അറിഞ്ഞിട്ടാണോ? സ്വന്തം കൂടെപ്പിറപ്പുകളും കാണിക്കാത്ത ആ ഉദാരി മറ്റൊരാളുടെ പക്കൽ നിന്നും സ്വീകരിക്കേണ്ടി വരുന്നതിന്റെ മുഴുവൻ കുറ്റബോധവും അവന്റെ സ്വരത്തിലുണ്ടായിരുന്നു. അപ്പയ്ക്കും എനിക്കും ശിവയ്ക്കും 3 തരത്തിലുള്ള ബിസിനസ്സാണ്. ശിവയ്ക്കും അപ്പയ്ക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അവരുടെ കാര്യങ്ങൾ ഇടപെടാറുണ്ട്. പക്ഷേ ചില വ്യക്തിപരമായ കാര്യങ്ങളിൽ 3 ആൾക്കും സ്വന്തമായിട്ട് നിലപാടുകളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. അത് പരസ്പരം ചോദ്യം ചെയ്യാറില്ല. ഇപ്പോൾ യുവം വാങ്ങിയത് എനിക്ക് വേണ്ടപ്പെട്ട മറ്റാൾ കൂടിയുള്ള ഫീസാണ്. മോശമായിട്ടൊന്നും വിചാരിക്കേണ്ട ഡേവിഡ്. നാളെ എനിക്കൊരു വീഴ്ച വന്നാൽ ചിലപ്പോൾ ഞാൻ ഓടിയെന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. കാരണം ഒന്നേ ഉള്ളൂ, കൈയൊഴിയില്ല എന്ന വിശ്വാസം. പുഞ്ചിരിയോടകത്തേക്ക് കയറിപ്പോകുന്നവനെ നോക്കി നിൽക്കവേ തന്റെ കണ്ണുകൾ നിറഞ്ഞോ എന്നൊരു തോന്നലോടെ അവൻ കണ്ണിൽ തൊട്ടു. താൻ കരയുകയായിരുന്നു എന്ന് തെല്ലി ജാളിതയോടെ മനസ്സിലാക്കുകയും ചെയ്തു. വൈകുന്നേരം തന്നെ അച്ഛനെ കണ്ട് സംസാരിക്കണമെന്നുള്ള ഡേവിഡിന്റെ വാശിപ്പുറത്താണ് ശക്തിയും ഡേവിഡും ആൻഡ്രോയും കൂടി പള്ളിമേടയിലേക്ക് ചെന്ന്. അച്ഛൻ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കോയമ്പത്തൂരിക്ക് വിളിച്ചിരുന്നു ആൻഡ്രോ. ആൻസിക്ക് സമ്മതവും സന്തോഷവുമാ. ആനിയായിട്ട് അവൾ സംസാരിക്കുകയും ചെയ്തു. ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാ നിങ്ങൾക്ക് തീരുമാനിക്കാം. അച്ഛൻ ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണടയൊന്നുകൂടി മുഖത്ത് ഉറപ്പിച്ചു. ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ എടുക്കാച്ചു. പറ്റിയ 2 ആഴ്ചക്കുള്ളിൽ മിന്നിട്ട് നടത്താം. ഡേവിഡിന്റെ വാക്കേട്ടൊന്ന് ആലോചിച്ച ശേഷം അച്ഛൻ ആൻഡ്രോയെ നോക്കി. അടുത്ത ഞായറാഴ്ചയാണെങ്കിൽ ഇവിടെ ഒരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്താം. എന്തുകൊണ്ടോ ആൻഡ്രോക്ക് ആ തീരുമാനം ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വേണ്ട ഫാദർ, അത് വേണ്ട പറഞ്ഞ ശക്തിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇക്കാര്യത്തിൽ അവനൊരു അഭിപ്രായം പറയുന്നത്. ആൻഡ്രോ ഓർത്തു. എപ്പോഴും എല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയാണ് പതിവ്. ആ സമയം സദസ്സ് നിശബ്ദമായപ്പോൾ താൻ പറഞ്ഞ തെറ്റായിപ്പോയെന്നൊരു ഭാവത്തിൽ അവൻ ഡേവിഡിനെയും ആൻഡ്രോയെയും നോക്കി. അത് വേണ്ട ഫാദർ, ആനിയെ ഞാൻ എൻ്റെ അനിയത്തി പോലെ കാണുന്നത്. അവൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ എത്തിക്കാം, അത് മതി. എൻ്റെ ആൻ്റെയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ കല്യാണം തന്നെയാ. ഡേവിഡിന്റെ അഭിപ്രായം കേട്ട് ശക്തി ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ആൻഡ്രോയും എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. യാത്ര പറയുമ്പോൾ അച്ഛന്റെ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷം തന്നെയായിരുന്നു എന്ന് ഡേവിഡ് ഉറപ്പുവരുത്തി. ആലക്കൽ തറവാടിന്റെ മുറ്റത്ത് ബൈക്ക് കയറ്റി വെച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ടോടെ ജിമ്മി മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തുള്ള പെണ്ണുങ്ങൾ അവൻ കണ്ണുകൾ കൊണ്ടുള്ള വിദഗ്ധ പരിശോധനയിൽ ചൂളി നിന്നു. നേരെ ഹാളിലേക്ക് റോബിന്റെ മുറിയിലേക്ക് പോകാനായി സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോഴാണ് ട്രേസിയുടെ മുറിയിൽ നിന്ന് ഡേവിഡിന്റെ സ്വരം കേട്ടത്. മുൻപോട്ട് വെച്ച കാല് പിന്നോട്ടെടുത്ത് അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ട്രേസിയുടെ മുറിയുടെ ജനാലകൾ പതുങ്ങി നിന്നു. വീൽ ചെയറിലിരിക്കുന്ന അവരുടെ മടിയിൽ ഫോൺ വെച്ച് കൊടുത്തിട്ട് കട്ടിൽ കിടക്കുകയാണ് തോമസ്. അങ്ങനെയെല്ലാം തീരുമാനിച്ചോ മച്ചി? അടുത്ത ഞായറാഴ്ച കല്യാണം. 3 ദിവസം കൂടി കഴിയുമ്പോൾ കോയമ്പത്തൂർ ആൻസിയും കെട്ടിനും പിള്ളേരും വരും. ആൻഡ്രോയോടും ആനിയോടും ദേഷ്യമൊന്നും വേണ്ട കേട്ടോ. കല്യാണം കേട്ട് അവർ വരും. അനുഗ്രഹിച്ച് വിട്ടേക്കണം. എന്നാ വെക്കുവാണേ, നാളെ വിളിക്കാം. ട്രേസിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി മടിയിൽ വീണ് ചിതറി. ആൻഡ്രോയുടെ കല്യാണം. പിറുവൃത്തിക്കൊണ്ട് ജിമ്മി റോബിന്റെ മുറിയിലേക്ക് കയറി. കൂടെ കൂടിയ കാലം മുതൽ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഡേവിഡിന്റെ രക്ഷാകവചമായവൻ. ഓരോ തവണയും തങ്ങളുടെ വായടപ്പിച്ചവൻ. വിവാഹമുഹൂർത്തം എത്തുമ്പോൾ അവന് ഉചിതമായൊരു സമ്മാനം കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് ജിമ്മി റോബിന്റെ കിടക്കിലേക്ക് മലർന്നു. കോടതി വരാന്തയിലും തങ്ങളെ വെല്ലുവിളിച്ചവന്റെ മുഖമായിരുന്നു അപ്പോഴും ജിമ്മിയുടെ ഉള്ളിൽ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.